Hey all. So ഇന്ന് പാർട്ട് 2 ഓഫ് മൈ സോളോ ട്രിപ്പ് സ്റ്റോറീസ് ആണ് പറയാൻ പോകുന്നത്. സോ പാർട്ട് 1 നമ്മൾ പറഞ്ഞെത്തിയത് കസോളിൽ ഗുരുദ്വാരേൻ്റെ അവിടുന്ന് പിന്നെ മേലോട്ട് ടാക്സിക്കാരനെ ഡ്രോപ്പ് ആക്കി തന്നവരെയാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞെത്തിയത്. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പാർട്ട് 1 വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ കുറേ കാലമായിട്ട് മെസ്സേജ് അയക്കാത്ത കുറേ ഫ്രണ്ട്സ് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് അടിപൊളിയായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് അയച്ചപ്പോൾ ഭയങ്കര ഹാപ്പിയായി. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ഇത്രയും ഒരു റെസ്പോൺസ് ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലേനു. കസോളിൻ്റെ അവിടുന്ന് ശരിക്കും കുറേ മേലൊക്കെ കയറിയിട്ടുണ്ടായി. നെസ്സിയാണല്ലോ എനിക്ക് പറഞ്ഞു തരുന്നത് എങ്ങോട്ടാ പോകണ്ടേന്നൊക്കെ. ബട്ട് സ്നോഫോൾ കാരണം എനിക്ക് അത്രത്തോളം മേലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ കൂടെ ട്രെക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പോണതിൻ്റെ ഇടയിൽ കുറേ പേരെ പരിചയപ്പെട്ടു കേട്ടോ. പഞ്ചാബിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന്, അവിടെ നിന്നെല്ലാം വന്ന ആൾക്കാരുണ്ടായിരുന്നു, ഫാമിലി ആയിട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞാൻ അങ്ങനെ ഒറ്റക്കാണ് വന്നതെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒറ്റക്കല്ലേ അപ്പം ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ എനിക്ക് കുറേ ഫോട്ടോസ് ക്യാമറയിൽ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്കത് അപ്പം തന്നെ വാട്സപ്പിൽ സെൻഡൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ കൂടെ കുറേ ട്രെക്ക് ചെയ്തു. ബട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇവരും സ്റ്റോപ്പ് ആക്കിയിട്ടൊക്കെ ഇനിയിപ്പോൾ എന്തിനാ പോണ്ട, അവിടെ നിന്ന് ആരും ഇല്ല, നല്ല സ്നോഫോളല്ലേ, ടാസ്ക് ആവും, പോണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചുകൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടി പോയി. പിന്നെ കുറച്ചുകൂടി പോയപ്പോൾ പിന്നെ റൂംസ് ഒന്നും വല്ല കിട്ടല്ല, ആരുമില്ല. ബട്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, ഫുൾ സ്നോ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പ്ലേസ്. ഒരു സൈഡിൽ മലകൾ, ഒരു സൈഡിൽ വെള്ളം, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ബട്ട് കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു, കാരണം തൊട്ട സൈഡിൽ തന്നെ കൊക്കയാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് കാൽ തെറ്റിയ മേലൊക്കെ കയറി കുറച്ച് റൂംസൊക്കെ കണ്ടു. അവസാനം ഹോം സ്റ്റേസ് പോലെ. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ചുകൂടി മേലൊക്കെ കയറി. പിന്നെ മേലൊക്കെ കയറിയപ്പോൾ പിന്നെ റൂംസ് ഉണ്ടാവോ ഇല്ലേന്നൊന്നും ഉറപ്പില്ലായിരുന്നു, കാരണം ഇതന്നെ കുറേ നടന്നിട്ടാണ് കുറച്ച് റൂംസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അവിടെ തന്നെ ആൾക്കാരൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഒന്നുകൂടി മേലൊക്കെ കയറി നോക്കാം. ആ ഒരു പ്ലേസിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ പറയാം കേട്ടോ. എനിക്കങ്ങനെ കയറി പോയി നോക്കാനുള്ളൊരു ധൈര്യം, ബിക്കോസ് അവിടെ എനിക്ക് പേടി എന്ന് പറഞ്ഞ സാധനം കുറവായിരുന്നു. ആൾക്കാരില്ലാന്നുണ്ടെങ്കിലും ബാഡായിട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു ആ പ്ലേസിൽ. അങ്ങനെ കുറച്ചുകൂടി മേലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ ഒരു റൂമും കൂടി ഉണ്ടായിരുന്നു. ബട്ട് ദെൻ അവിടുന്ന് ആൾക്കാർ ആ ടൈമിൽ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ഭയങ്കര എക്സ്പെൻസീവ് ആണ് റൂമെന്നും പറഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. എന്നാലും ഒന്ന് പോയി ചോദിച്ചേക്കാം എന്ന് കരുതി ഞാനൊന്ന് പോയി ചോദിച്ചപ്പോൾ അവർ കുറച്ചധികം പ്രൈസാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. തിരിച്ചിങ്ങനെ താഴോട്ട് നടക്കാനുള്ള ആവതും ഇല്ല, മേലേക്ക് കയറാനും വയ്യ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കണതിൻ്റെ ഇടയ്ക്ക് അയാൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് എവിടെ നിന്നാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞു. ഒറ്റക്കാണോ ചോദിച്ചാൽ ആ ഒറ്റക്കാന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ എന്നാൽ പിന്നെ 300 തന്നാൽ മതി, ഈ റൂം എടുത്തോ പറഞ്ഞു. ഒന്നാമതെന്താണെന്ന് വെച്ചാൽ അറൗണ്ട് 12,000 മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ 10 days ഫുള്ള് തികയ്ക്കാൻ, ഇൻക്ലൂഡിങ് ദ ട്രെയിൻസ് എവറിത്തിങ്. സോ ബഡ്ജറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ടൈമിൽ. ആൻഡ് ബട്ട് എല്ലായിടത്തും എനിക്ക് കൺസിഡറേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും റൂം തന്നു, ഒന്ന് ഫ്രഷപ്പ് ആയി. പിന്നെ അവരെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അങ്ങനെ പുറത്ത് കുറച്ചുകൂടി മേലൊക്കെ പോകണം എന്നുണ്ട് എന്നൊക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ദെൻ അവർ പറഞ്ഞു അവർ ഗൈഡാണ്, അവർ ഗൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോകലുണ്ട്, പിന്നെ കാണിച്ചു തരാം, സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാളെൻ്റെ കുറേ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കുറേ കൊണ്ടുപോയി. അടിപൊളിയായി. ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ആൾക്കാരെ സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഗൈഡ്സ് പോലെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എന്നെ അതുപോലെ കൊണ്ടുപോയി കാണിച്ചു തരാം, പൈസ ഒന്നും തരണ്ട, കാരണം തീരെ ആൾക്കാരൊന്നും ഇല്ലാത്ത സമയമാണ്, പിന്നെ വെറുതെ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ പോയിണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫോട്ടോസ് വീഡിയോസും ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ ജസ്റ്റ് ഇതിൽ കാണിക്കാം.
ഗൈഡ് പോലെ കൊണ്ടുപോയിട്ട് ഉള്ളിലുള്ള ജംഗലിന്റെ ഉള്ളിൽ കൂടിയൊക്കെ എല്ലാം കാണിച്ചു തന്ന് ഏകദേശം ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു സ്ഥലത്ത് പോയി. അവിടുത്തെ ചായ നല്ല അടിപൊളി ചായ. ഈ ഉയരം കൂടുന്തോറും ചായന്റെ ടേസ്റ്റ് കൂടുന്നു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവണില്ല, ബട്ട് ഇറ്റ് ഈസ് റിയൽ എന്ന് തോന്നുന്നു. ഞാനൊരു ചായ ലവർ ആയ കാരണം ചായന്റെ ടേസ്റ്റ് എന്തുകൊണ്ടാണ് മാറ്റം വരുന്നതെന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇവരുടെ സീക്രട്ട് എനിക്ക് മനസ്സിലായില്ല, ഈ പാലിന്റെ മാറ്റം കൊണ്ടാണോ എന്താന്ന് കറക്റ്റ് അറിയില്ല. എന്തായാലും നല്ല അടിപൊളി ചായ. लाइफ सिर्फ चीजों के पीछे भागने के लिए नहीं होती, जीने के लिए भी होती है. तो क्यों ना थोड़ा रुक के इस पल को दिल खोल के जी ले. എത്തിയപ്പോൾ തന്നെ എനിക്ക് ആദ്യം മാഗി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ആയപ്പോൾ 2 ചപ്പാത്തീസ് ആൻഡ് കറി. ആൻഡ് ഫുഡ് നല്ല കോസ്റ്റ്ലി ആണ്, ഐ മസ്റ്റ് സേ ദാറ്റ്. ബട്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഫുഡ് സാധനങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കാൻ കുറച്ച് പാടാവും, കാരണം ഹിൽ ഏരിയ ആണല്ലോ. ബട്ട് അവര് കുറെ എൻ്റെ അടുത്ത് ചാർജ് ചെയ്തിട്ടില്ല. സോ രാത്രി ജസ്റ്റ് ഹോം സ്റ്റേന്റെ പുറത്ത് തന്നെ കുറച്ചു നേരം സ്നോ ഒക്കെ കളിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ കിടക്കാൻ നോക്കി. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ മണാലിക്ക് ബസ് കയറാനായിരുന്നു പ്ലാൻ. സോ അങ്ങനെ നേരത്തെ തന്നെ കിടന്നു, നല്ല ടയേർഡും ആയിരുന്നു. സോ നേരത്തെ കിടന്നു. ബട്ട് ദെൻ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. രാത്രി ആയപ്പോൾ നല്ല പേടിയായി, സത്യം പറയാലോ, നല്ല പേടിയായി. എനിക്കിങ്ങനെ പോരാത്തിന് സ്നോഫോളിന്റെ സൗണ്ട് ഇങ്ങനെ മേലെ റൂഫിന്ന് ഇങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും വരികയാണോ അങ്ങനത്തെ തോട്ട്സ് ഒക്കെ ആയി. പിന്നെ ഭയങ്കര പേടി, എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. പിന്നെ അവസാനം ഞാൻ ബാസിനെ വിളിച്ചു, ഫുൾ ടൈം ബാസിനെ വിളിച്ച് ഇങ്ങനെ കിടന്നു രാവിലെ വരെ ഏകദേശം. അങ്ങനെ രാവിലെ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി കാലൊന്ന് പുറത്തേക്ക് വെച്ചത് മുട്ട് വരെ കാല് പൂണ്ട് പോയി. ഫുൾ സ്നോ, നിലാണെന്ന് വെച്ച് പുറത്തേക്ക് വെച്ചതും ഫുൾ ഉള്ളിലേക്കാൻ പോയി. അങ്ങനെ ഫുൾ സ്നോ കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ നീച്ച് ഫ്രഷ് ആയതിന് ശേഷം ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ പോവാന് പിന്നെ വഴികളൊന്നും കാണുന്നില്ല, വന്ന പോലെ വഴികളെ കാണുന്നില്ല. ഫുൾ സ്നോ വെച്ച് നിറഞ്ഞ കാരണം എങ്ങനെ പോകണമെന്നും അറിയൂല. പിന്നെ അവര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ തന്നെ പോകണ്ട, ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞാല് ബസ്സൊന്നും എന്തായാലും ഉണ്ടാവില്ല, റോഡ്സ് ഒക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടുന്ന് എങ്ങനെയാ അവിടെ എത്തുക, നല്ല ടാസ്ക് ആണ്, റിസ്ക് എടുക്കണ്ട. മണാലി അത്ര അടിപൊളിയൊന്നുമല്ല, കസോളാണ് അടിപൊളി, വെറുതെ എന്തിനാ അവിടെ പോയി സമയം കളയണം, ഇവിടെ തന്നെ എൻജോയ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. ബട്ട് ദെൻ ഐ വാണ്ടഡ് ടു ഗോ അക്കോർഡിംഗ് ടു മൈ പ്ലാൻ. എന്ത് വന്നാലും നെസിക്ക് വിളിക്കലാണല്ലോ പണി. പിന്നെ നെസിക്ക് വിളിച്ച് ഞാനും പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ നോക്കിക്കോ എന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു ഇതിൽ ഞാൻ ഇറങ്ങി. എന്തായാലും ഞാനൊന്ന് ഇറങ്ങി നോക്കാന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ഇറങ്ങാന്ന് പറഞ്ഞു. അവർക്ക് അറിയണ ആരൊക്കെയോ വിളിച്ചു നോക്കി. ബസ് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ബസ് ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ താഴെ വരെ എങ്ങനെയെങ്കിലും എത്താന്നുള്ള നിലക്ക് ഞാൻ ഇറങ്ങി നോക്കി. ദ വേഴ്സ്റ്റ് തിങ് വാസ് സ്നോ മൂടി നിറഞ്ഞ കാരണം അപ്പുറത്ത് കൊക്കയാണോ വഴിയാണോ എന്ന് മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഡോഗ്സിന്റെ ഫുട് പ്രിന്റ്സ് ഉണ്ടാവും, അത് വെച്ചിട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത്. എന്തായാലും കുറച്ച് തപ്പിപ്പിടിച്ച്, പിന്നെ ഭയങ്കര തണുപ്പ് ക്ലൈമറ്റ് ആണല്ലോ, അങ്ങനെ വിറച്ച് വേണം പോവാൻ. അങ്ങനെ എന്തായാലും കുറച്ച് നടന്ന് എത്തിയപ്പോ ഉണ്ട് കുറച്ച് ബോയ്സ് ഉണ്ടായിരുന്നു, മലയാളീസ്, ആലപ്പുഴ കോട്ടയം അവിടെയൊക്കെ ഉള്ള ആൾക്കാർ. അവരിങ്ങനെ സ്നോയിൽ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ പരിചയപ്പെട്ടു. അവരെന്നെ താഴെ വരെ ആക്കി തന്നു. മീൻസ് ബസ് കിട്ടുന്ന ഏരിയ വരെ അവരെന്നെ ആക്കി തന്നു. ഇതേപോലെ കുറച്ചൊന്ന് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാ, കസോള് കാണാൻ വേണ്ടി വന്ന് ഇഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ തന്നെ ഹോം സ്റ്റേസ് തുടങ്ങി, ലീസിന് പ്ലേസ് എടുത്തിട്ട് പിന്നെ അവിടെ ഹോം സ്റ്റേസ് തുടങ്ങി ഹോം സ്റ്റേസ് നടത്തുന്ന ആൾക്കാരാട്ടോ. എനിക്കിങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ അതേപോലെ അവിടെ സെറ്റിൽ ആവാനൊക്കെ മൈൻഡിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് നടക്കൂലല്ലോ. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ചെയ്യണം എന്നൊക്കെ എൻ്റെ മൈൻഡിൽ അപ്പം ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഗുരുദ്വാരയ്ക്ക് പോയി. ആദ്യം ഗുരുദ്വാരൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ബസ് കിട്ടുക. അതിന് ഗുരുദ്വാരയ്ക്ക് പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ മണാലിക്കുള്ള ബസ് കയറി. ഒരു 2-3 hours ആണ് കസോളിൽ നിന്ന് മണാലിക്കുള്ളത്. ലോക്കൽ ബസ് തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് പോണ വ്യൂസ് വർ സോ ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ സോ ബ്യൂട്ടിഫുൾ. ബസ് കയറി, ബസ്സിലെ യാത്ര അടിപൊളിയായിരുന്നു. നല്ല മൗണ്ടെയിൻസും ആ ബ്ലൂ വാട്ടർ ആണ് കേട്ടോ വൺ ഓഫ് ദ എടുത്ത് പറയേണ്ട കാര്യം. പാർവതി വാലി, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി
3 hours ജേർണി ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം മണാലി എത്തിയ സമയത്ത് കുറച്ച് തമിഴന്മാരെയാണ് കിട്ടിയത്. ഓരോ സ്ഥലത്തു നിന്നും ഓരോ ആൾക്കാരായിരുന്നു കിട്ടിയത്. അടിപൊളിയായിരുന്നു. ഇങ്ങനെ പോണതിന്റെ അടുക്ക് ഇങ്ങനെ ഓരോ ആൾക്കാരെ പരിചയപ്പെടുന്ന കേട്ടോ അതിന്റെ ഇടയിലുള്ള വേറൊരു രസം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ മണാലി ഇറങ്ങി, മണാലി എത്തി വീണ്ടും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് റൂം തപ്പാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇവരുണ്ടായിരുന്നല്ലോ, കുറച്ച് തമിഴന്മാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് കമ്പനിയായി. അവരിങ്ങനെ ഞാൻ കേരളത്തിൽ നിന്ന് ഒറ്റക്ക് വന്നാന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും കാണാൻ ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ പിന്നെ അവർ എന്നെ ദത്തെടുത്തമാരി എന്നെയും കൊണ്ടിറക്കും. എന്നിട്ട് പിന്നെ റൂം നോക്കി റൂം എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങി. അപ്പോൾ തന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ സ്ഥലത്തേക്കൊന്നും പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഗൈസ്, പുറത്ത് കുട്ടികളുടെ വെച്ചുള്ളതൊന്ന് ക്ഷമിക്കണം. ഇന്നൊരു ഹോളിഡേ ആയ കാരണം കുട്ടികൾ ആർ ബിസി പ്ലേയിങ്. അങ്ങനെ നമ്മൾ അന്ന് രാത്രി മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി. നൈസ് മാർക്കറ്റ്, മണാലി ടൗൺ തന്നെ. പിന്നെ അവർ പറഞ്ഞ പോലെ എനിക്ക് മണാലിനേക്കാളും ഒന്നുകൂടിയും ഭംഗി തോന്നിയത് കസോളാണ്. മണാലി ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ, ബട്ട് കസോൾ കണ്ടിട്ട് പിന്നെ മണാലി കാണുമ്പോൾ കസോൾ തന്നെയാണ് അടിപൊളി. ബിക്കോസ് മണാലി ഈസ് ലൈക്ക് ലിറ്റിൽ സിറ്റി ടൈപ്പ്. കസോൾ ഈസ് കുറച്ചുകൂടി ഉള്ളോട്ട് പോകുന്നതുകൊണ്ടാണോ എന്താ അറിയില്ല, കുറച്ചുകൂടി ഭംഗി കസോള്. ബാക്കിയുള്ള പ്ലേസസിൽ നെക്സ്റ്റ് ഡേ പോകാനായിരുന്നു പ്ലാൻ. ബട്ട് ദെൻ നെക്സ്റ്റ് ഡേ ഓൾസോ എനിക്ക് പോകാൻ പറ്റിയില്ല. ബിക്കോസ് എനിക്ക് നല്ല പനിയായ കാരണം ഞാൻ പോയില്ല. ബാക്കി എല്ലാവരും പോയി, എന്നെ കുറേ വിളിച്ചു. ബട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല പനിയായ കാരണം. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്താനുള്ളതാണല്ലോ, അപ്പം ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. കുറേ പ്ലേസസ് കവർ ചെയ്യാനുണ്ടായിരുന്നു. ബട്ട് ദെൻ എന്തായാലും ഒരു ഉച്ചയ്ക്ക് ശേഷമായ സമയത്ത് ഞാൻ ഹഡിംബ ടെമ്പിൾ നമ്മളെ അടുത്തായിരുന്നു. ഹഡിംബ ടെമ്പിളിൽ മാത്രം പോയി തിരിച്ചു വന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ച് ഡൽഹിക്കുള്ള ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 6 മണി 7 മണിയായപ്പോൾ തിരിച്ച് ഡൽഹിക്കുള്ള ബസ് കയറി. പിറ്റേ ദിവസം കൃത്യം ഒരു ഏകദേശം ഒരു 5 മണി ആയ സമയത്ത് നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൽഹിയിൽ സൺറൈസ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, യമുനാഘട്ട്. അപ്പൊ പിന്നെ എന്തായാലും 5 മണിക്ക് എത്തിയ കാരണം അവിടേക്ക് പോവാന്ന് വിചാരിച്ചു. ബട്ട് യമുനാഘട്ട് എന്ന് പറഞ്ഞ ഓട്ടോക്കാർക്കോ ബസ്സുകാർക്കോ ആർക്കും അങ്ങനെ വല്ലാതെ അറിവില്ല. അവിടുത്തെ ആൾക്കാർക്ക് കുറെ അന്വേഷിച്ചു, ബട്ട് ആർക്കും ആ സ്ഥലത്തിനെ കുറിച്ച് വല്ലാത്തൊരു ധാരണ ഇല്ല. ഞാൻ പിന്നെ വേറെ നെയിമാണോ അവിടെ പറയുന്നതെന്നുള്ളത് അറിയില്ല. അങ്ങനെ എന്തായാലും ഞാൻ എങ്ങനെയൊക്കെയോ എത്തിപ്പിടിച്ച് കുറേ ചോദിച്ചറിഞ്ഞ് എങ്ങനെയൊക്കെയോ ആ യമുനാഘട്ടിലെത്തി. അവിടെ കുറേ ആൾക്കാരൊന്നുമില്ല. ബട്ട് സൺറൈസ് വാസ് ഗുഡ്. കുറേ സീകൾ ഇങ്ങനെ പറക്കണ നല്ല അടിപൊളി ഒരു വീഡിയോഗ്രാഫേഴ്സിനൊക്കെ നല്ല സീൻസ് കിട്ടുന്ന പ്ലേസ് ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ തിരിച്ച് റൂമിലോട്ട് പോയി. അതിലെന്റെ റൂമിലോട്ട് പോയി. റൂമിലെത്തി അവരെ കണ്ടപ്പോൾ അവർക്കായിരുന്നു എന്നിലേറെ ഹാപ്പി കേട്ടോ. അവരിങ്ങനെ എത്തി കഴിഞ്ഞതിൻ്റെ ശേഷം അവരെൻ്റെ അടുത്ത് പറഞ്ഞേ, ഷീ വാസ് ലൈക്ക്, നീ എൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോഴും അതുപോലെ നീ ഇപ്പോൾ പോകുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നല്ല പേടിയായിരുന്നു. ബട്ട് ദെൻ ഐ ജസ്റ്റ് ഡിഡ്ന്റ് വാണ്ട് ടു സേ നോ, ബിക്കോസ് അവൾ കാരണം അവളെ ഏതോ ഫിലിമിൽ കണ്ട പോലെ ചിലപ്പോൾ നിന്റെ ഒരു യെസ് ആവും കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു ഡയലോഗൊക്കെ തന്നെ. അപ്പം അതുപോലെ അവൾക്ക് നോ പറയാതിരിക്കാൻ അപ്പം തോന്നി. ആൻഡ് വെൻ ഐ കെയിം ബാക്ക് ഷീ വാസ് ലൈക്ക്, ഐ എം സോ പ്രൗഡ് ഓഫ് യു, ഐ ഫീൽ സോ ഗുഡ് നൗ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഷീ വാസ് സോ മോട്ടിവേറ്റഡ് ബൈ ഹെർസെൽഫ്. She was so happy, and seeing her happiness I was also happy. അപ്പോഴാണ് എനിക്ക് അതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടയേർഡ് ആയിരുന്നു. അതുപോലെ ഒറ്റക്കാണല്ലോ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു കേട്ടോ. ഇൻടു ദ വൈൽഡ് എന്നുള്ള മൂവിയിലാണോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, നമുക്ക് ഹാപ്പിനെസ് ഉള്ളത് ശരിക്കും റിയൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് റിയൽ ആവൽ എപ്പോഴാണ് നമ്മളെ കൂടുള്ള ആളും കൂടിയും അതേ ഹാപ്പിനെസ് അവർക്കും കൂടിയും കിട്ടുമ്പോഴാണ്. അല്ലാതെ നമുക്ക് മാത്രം ഒരു ഹാപ്പിനെസ് അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് ബിക്കം റിയൽ. അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു. സോ അതെനിക്ക് എക്സാക്ട്ലി എനിക്ക് ഫീൽ ചെയ്തു അവിടെ പോയിട്ട്. ബിക്കോസ് എനിക്ക് ഞാൻ കാണുന്ന കാര്യങ്ങളും ഒന്നും എനിക്ക് ഒരാളും കൂടി എൻ്റെ കൂടെ നിന്ന് കാണാനുണ്ടായിരുന്നെങ്കിൽ ഇതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചെത്തി അവളുടെ ഹാപ്പിനെസ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നെക്സ്റ്റ് ഡേ ഈവനിങ് ആയിരുന്നു എനിക്ക് തിരിച്ച് ചെന്നൈയിലോട്ട് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ. സോ എനിക്കൊരു ഹാഫ് ഡേ കൂടി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ട് ഇനി ഒന്നിനും വയ്യാന്നുള്ള രീതിയിലായിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഐ ഹാഡ് എൻ്റെ മൈൻഡിൽ എനിക്ക് ഡൽഹിയിൽ കുറച്ച് പ്ലേസസും കൂടി കവർ ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ എന്തായാലും ഞാൻ കവർ ചെയ്യാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മെട്രോ കയറി.
അവരുടെ റൂമിൻ്റെ അവിടുന്ന് ചാന്ദിനി ചൗക്ക് പോയി. ചാന്ദിനി ചൗക്കിൽ ഇറങ്ങി ഫസ്റ്റ് ഞാൻ ഗോൾഡൻ ടെമ്പിളിൽ പോയി. അവിടെ അന്ന് ക്ലോസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ഗേറ്റ് കാണാൻ പോയി. അവിടെ അന്ന് റിപ്പബ്ലിക് ഡേന്റെ പരേഡ് കാരണം അവിടെയും ക്ലോസ്ഡ് ആയിരുന്നു. തിരിച്ചു പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാന്ദിനി ചൗക്കിൽ പോവാന്ന് വിചാരിച്ചു. പിന്നെ ചാന്ദിനി ചൗക്കിൽ മെട്രോ ഒക്കെ ഇറങ്ങി നോക്കിയപ്പോൾ കുറേ നടക്കാനുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ തീരെ നടക്കാൻ വയ്യ. ഇങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന പോലെ ഞാൻ അപ്പോഴേക്കും നടക്കുന്നത്. പിന്നെ ഓരോത്തിന് ചാന്ദിനി ചൗക്കിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് അപ്പം ഉണ്ടായിരുന്നില്ല. വെറുതെ എന്തിനാന്ന് വെച്ചിട്ട് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോയി. പിന്നെ ഡൽഹി കാണാൻ പറ്റില്ല. ഡൽഹിയിൽ ആകെ ഞാൻ ജമാ മസ്ജിദ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ യൂണിവേഴ്സിറ്റിയിലും ജസ്റ്റ് ഒന്ന് പോയി. അങ്ങനെ എന്തായാലും തിരിച്ച് ട്രെയിൻ കയറി ചെന്നൈയിലെത്തി. ചെന്നൈയിലൊരു 3 hours വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. സോ മീൻവൈൽ നൂറ ട്രൈ ടു കം ആൻഡ് മീറ്റ് മീ ബട്ട് ദെൻ ഷീ കുഡന്റ്. നമ്മളുണ്ടാവുമല്ലോ ഫ്രണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ ഓക്കെ ശരി ഞാനും പോകുന്നില്ല, നിങ്ങളൊന്നുമില്ല, ഓളില്ലാന്ന് പറഞ്ഞേക്കിനെ ഞാനെടുത്ത് ട്രെയിൻ കയറി പോന്നു. അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു ഗിൽറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഷീ വാസ് ലൈക്ക് ഒറ്റക്ക് പറഞ്ഞേക്കേണ്ടി വന്നു. ഒപ്പം പ്ലാൻ ചെയ്തുകൊണ്ട് പിന്നെ ഒറ്റക്ക് പറഞ്ഞേക്കേണ്ടി വന്നതിൽ ഭയങ്കര ഇടങ്ങേറ് സഹിച്ച് അവളും നിൽക്കുന്നുണ്ടായിരുന്നു. ഷീ ഓൾമോസ്റ്റ് അണ്ടർവെന്റ് ഡിപ്രഷൻ ദാറ്റ് ടൈം. എനിക്ക് ഇങ്ങനെ അവളുടെ അടുത്ത് എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല. മീൻസ് എൻ്റെ സ്റ്റോറീസൊക്കെ ഞാൻ മെയിനായിട്ട് പറയുന്ന ആൾക്കാരാണ് അവര്. ബട്ട് ഈ സ്റ്റോറി എനിക്കിങ്ങനെ വല്ലാണ്ട് അവളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഹൗ ഷീ ഈസ് ഗോയിങ് ടു ടേക്ക് ഇറ്റ് അറിയൂലല്ലോ. ഐ മീൻ എന്തൊക്കെ പറയാൻ സങ്കടം ഉണ്ടാവുമല്ലോ. ചെന്നൈയിലെത്തി. ചെന്നൈയിൽ ഒരു 3 hours ഞാൻ പറഞ്ഞല്ലോ ഡിലേ ഉണ്ടായിരുന്നു. ചെന്നൈയിലിരുന്ന് ഞാനിങ്ങനെ ഗാലറി നോക്കണ സമയത്ത് ആ ഗാലറി ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടായിരുന്നു ഗൈസ്. ലൈഫിൽ ആദ്യമായിട്ട് സന്തോഷ കണ്ണീരെന്ന് പറഞ്ഞ സാധനം വന്നത് എനിക്ക് അപ്പോഴാണ്. ഞാൻ ഒരിക്കലും നടക്കുമെന്ന് പോലും അറിയാത്തൊരു സാധനം ഞാൻ സക്സസ്ഫുള്ളി ഇതുവരെ എത്തിച്ചതിൽ ഉള്ള ഒരു തൃപ്തി. മോർ ദാൻ ജസ്റ്റ് ട്രിപ്പ്, ഐ ഗോട്ട് ടു നോ അബൌട്ട് മൈസെൽഫ് എന്ന് തന്നെ പറയാം. ബിക്കോസ് എനിക്കറിയില്ല, ഞാൻ എൻ്റെ 23-ാം വയസ്സിലാണ് ഞാൻ ഈ ട്രിപ്പ് പോകുന്നത്. ആൻഡ് ഐ വുഡ് സേ എൻ്റെ 23 വർഷത്തിൻ്റെ ഇടക്ക് അതുവരെ ഞാൻ അറിയാത്തൊരെന്നെ ഞാൻ ആ 10 days അറിഞ്ഞു. ഐ വാസ് ഡിസ്കവറിങ് മൈസെൽഫ്. ഇൻഫാക്ട് എനിക്ക് ആ ട്രിപ്പ് കൊണ്ട് മോർ ദാൻ ദ വ്യൂസ് എനിക്ക് വേറെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയ പോലെയായിരുന്നു. ബിക്കോസ് എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റും, എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റൂല, ഞാൻ എന്താണ് എന്നുള്ളതൊക്കെ എനിക്ക് ആ ഒരു 10 days കൊണ്ട് കറക്റ്റായിട്ട് ഐ വുഡ് സേ ലൈഫിലെല്ലാവരും 1 ടൈമെങ്കിലും സോളോ ട്രിപ്പ് ചെയ്തിരിക്കണം. ഇൻ ദ സെൻസ് നോട്ട് ഫോർ ദ വ്യൂ ഓർ നോട്ട് ഫോർ ദ കാഴ്ചകൾ കാണാന്നുള്ളതിനപ്പുറം നമുക്ക് നമ്മളെ ഒന്ന് അറിയാൻ. ഐ നോ വൈ ഇറ്റ് ഹെൽപ്സ് എ ലോട്ട്, ബട്ട് അതൊരു മാജിക്കൽ സാധനം തന്നെയാണ്. ഭയങ്കര അടിപൊളി. അതിന് ശേഷമുള്ള ഞാനും അതിന് മുന്നേ ഞാനും നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞു, ഓ മൈ ഗോഡ്, ദിസ് വാസ് മീ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ മേ ബി യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഐ ഫെൽറ്റ്. ശരിയാണ്, ഒറ്റക്കാണെന്നുള്ള സാധനം എനിക്ക് എപ്പോൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഇടങ്ങാറൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ അൽഹംദുലില്ലാ അങ്ങനെ ഇടങ്ങാറുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അൽഹംദുലില്ലാ എല്ലാം ബുദ്ധിമുട്ടുകളൊന്നും എവിടെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞത്, എനിക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് ഒറ്റക്ക് ഹോട്ടലിൽ കയറി കഴിക്കാനൊക്കെ മടിയാ. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഓ മൈ ഗോഡ്. ബട്ട് വാട്ട് എവർ, ലൈഫിലെല്ലാവരും ഒരു തവണയെങ്കിലും സോളോ ട്രിപ്പ് പോയിട്ടുണ്ടാവണം. ചെറിയ ട്രിപ്പ് ആയാലും മതി. ബിക്കോസ് ദാറ്റ് ഹെൽപ്സ് us ഡിസ്കവർ ourselves in many ways. നമ്മൾ അറിയാത്തൊരു നമ്മൾ കാണുകയാണ്. അങ്ങനെ അൽഹംദുലില്ലാ സക്സസ്ഫുള്ളി ചെന്നൈ വരെ എത്തി. ചെന്നൈ വരെ എത്തിയതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തെന്നുള്ളത് ആലോചിക്കുമ്പോൾ ഉള്ളിക്കൂടി വേറൊരു സാധനം ഇരുന്ന് പോയിരുന്നു. ബിക്കോസ് വീട്ടിലറിയില്ല ഞാൻ ഒറ്റക്കാണ് പോയിട്ടുള്ളത്. ബാക്ക് ഇൻ ഹോം വാട്ട് ഈസ് ദ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. അഫ്കോഴ്സ് എല്ലാവരും എൻ്റെ അടുത്ത് തെറ്റിയിട്ടുണ്ടാവുക. എങ്ങനെ അവരൊക്കെ ഫേസ് ചെയ്യുമെന്ന് എനിക്ക് അറിയണ്ടായില്ല. വീട്ടിലെങ്ങനെ കയറി ചെല്ലുമെന്ന് എനിക്ക് അറിയണ്ടായില്ല. അഫ്കോഴ്സ് ഞാൻ ഹോസ്റ്റലിലാണ് പോയത്, തിരിച്ചു പോണത് ഹോസ്റ്റലിലേക്ക് തന്നെയാണ്. ബട്ട് എങ്ങനെ എല്ലാവരും ഫേസ് ചെയ്യുന്നുള്ള സാധനം ഭയങ്കര 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 ക്വസ്റ്റ്യനിങ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. സോ ടിൽ ചെന്നൈ എവറിത്തിങ് വാസ് ഗുഡ്. ബാക്ക് ഫ്രം ചെന്നൈ ടു തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിട്ട്. ദ ഗെയിം ചേഞ്ച്ഡ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ അവിടുന്ന് ബസ് കയറി പെരിന്തൽമണ്ണയിൽ ഓട്ടോ കയറി ഹോസ്റ്റലിലെത്തി. തിരിച്ച് തിരൂർക്ക് എത്തുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ എൻറ്റയർ ട്രിപ്പ് നടന്നിക്കണമെങ്കിൽ അതിൻ്റെ 50% ക്രെഡിറ്റ് കോസ്റ്റ് നെസി തന്നെയാണ്.
അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കൂലായിരുന്നു. ഇഫ് നോട്ട് ഫോർ ഹിം, ഇഫ് നോട്ട് വിത്ത് ഹിം, ഞാൻ ഒരിക്കലും ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവില്ല. ആൻഡ് ഇൻ ദ എൻറ്റയർ ട്രിപ്പ് ഹി വാസ് ദെയർ ടു മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് ഫൈൻ എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ട് ഒക്കെ ഓക്കെ ആണോ, എവിടെയാ, എന്താന്നൊക്കെ ചോദിക്കാനും പറയാനും ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് ഓൻ തന്നെയായിരുന്നു. ശരിയാണ്, ഇറ്റ് വാസ് മൈ ഡിസിഷൻ അറ്റ് ദി എൻഡ് ടു കം ആൻഡ് ദ എൻറ്റയർ ജേർണി ഞാൻ ഒറ്റക്കായിരുന്നു. ബട്ട് ഇഫ് ഐ ഹാവ് ഗോൺ ആൻഡ് കം, അതിൻ്റെ ഹാഫ് ക്രെഡിറ്റ് ഐ വുഡ് സേ ഇറ്റ് വാസ് ഫോർ മെസ്സി. അവരോട് ഭയങ്കര റെസ്പെക്റ്റും, ഭയങ്കര റെസ്പെക്റ്റും. ബിക്കോസ് എൻ്റെ ലൈഫിൽ ദ ബിഗ്ഗസ്റ്റ് ഡ്രീം സാധിക്കാനുള്ളൊരു കാരണമായി മെസ്സി മാറുമല്ലേ. ആ ടൈമിൽ ലവ് ഉണ്ടായിരുന്നില്ല, ലവിനേക്കാളും റെസ്പെക്റ്റ് ആയിരുന്നു, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റെസ്പെക്റ്റ് തന്നെയായിരുന്നു ആ ടൈമിൽ. തിരൂര് ബസ് ഇറങ്ങിയപ്പോൾ നേരെ ലെൻസ് കാർട്ട് പോയിട്ടൊരു ബിഗ് താങ്ക്സ് പറയാനേനു എനിക്ക് ആദ്യ ആഗ്രഹം. എന്തായാലും റൂമൊക്കെ എത്തി. പിറ്റേ ദിവസം മുതൽ ബാക്ക് ടു കോളേജ്, PG ക്ലാസ്സസ്. ബിഗ്ഗസ്റ്റ് ട്രാജഡി വാസ് ഞാൻ 10 days ലീവ് എടുത്തല്ലോ പാർട്ട് ടൈം ജോബിൽ. അപ്പോൾ പിന്നെ അവർക്കും ഇങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ ആവശ്യം ഇല്ല എന്നുള്ളതൊക്കെ ആയി. അവിടെ സെയിൽ കുറവായിരുന്നു, പിന്നെ ഇപ്പം എന്നെയും കൂടിയും തീറ്റി പോറ്റാനുള്ളൊരു അവസ്ഥയിലായിരുന്നില്ല അവർ. സോ ദേവർ ലൈക്ക് ഇനിയിപ്പോൾ ഇപ്പം തന്നെ വരണമെന്നില്ല, ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. വരുമാനം മാർഗം ഇല്ലാണ്ടായി. വീട്ടിലാണെങ്കിൽ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. വീട്ടുകാരും വീടും മാത്രമായി. പിന്നെ കോളേജിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ആകെ ടാൻ അടിച്ച് പണ്ടറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും ലൈക്ക് എന്താ പറ്റി. പിന്നെ എല്ലാവരുടെ അടുത്ത് ഇതിപ്പോൾ ഞാൻ ഒറ്റക്കാണ് പോയതെന്ന് ഒരാളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരുടെ അടുത്ത് എത്തും. എല്ലാവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെങ്കിലും എൻ്റെ വീട്ടിലെത്തിയാൽ ഉള്ള സീനുകളായിരുന്നു എൻ്റെ മൈൻഡിൽ. ബിക്കോസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണല്ലോ ഞാൻ പോയിട്ടുള്ളത് വീട്ടുകാരുടെ ഇടയിൽ. എന്നിട്ട് എന്നെ ഫുൾ പ്രശ്നമായിരുന്നു. സോ ഒറ്റക്കാന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാല് ചങ്ക. മെയിൻ തിങ് വാസ്, ഞാൻ പറഞ്ഞത് എൻ്റെ മൂത്തമ്മാൻ്റെ അടുത്താണ് ഞാൻ നിൽക്കാറ്. സോ അവരാണെങ്കിൽ ഉമ്മയും വാപ്പിയും മീൻസ് ഇവിടെ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ഇടങ്ങേറ് ഒരു കാരണവശാലും എനിക്ക് ഉണ്ടാവരുതേ എന്ന് കരുതി അങ്ങനെ നോക്കി കൊണ്ടുപോകണ ആൾക്കാരാ. അവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അവരെ റെഡിയാക്കും. 2-3 months വീട്ടുകാരെ വല്ലാതെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തന്നെയായിരുന്നു. മീൻവൈൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഒറ്റക്കാന്ന് പറഞ്ഞ സമയത്ത് അവർക്കൊക്കെ പിന്നെ ഭയങ്കര ഹൈപ്പായി. പിന്നെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി ഞാൻ ഒറ്റക്കാണ് വന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ എല്ലാവർക്കും ഭയങ്കര വാവ് ഫീൽ വന്നു. ബട്ട് എനിക്ക് ആ വാവ് ഫീൽ അപ്പം വരുന്നില്ലല്ലോ. ബിക്കോസ് എൻ്റെ മൈൻഡിലാകെ വീട് എങ്ങനെയും റെഡിയാക്കണം എന്നാണല്ലോ. ബട്ട് എല്ലാവർക്കും ഇവിടെ ഭയങ്കര വാവ് ഫീൽ. പിന്നെ എല്ലാവരുടെ അടുത്ത് സ്റ്റോറീസ് ചോദിക്കാൻ തുടങ്ങി. എങ്ങനെ പോയി, അവിടെ എന്ത് ചെയ്തു, ഇങ്ങനെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ചോദിക്കണതിനൊക്കെ മറുപടി എടുക്കുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മൈൻഡിൽ എങ്ങനെയെങ്കിലും വീട്ടുകാരെ റെഡിയാക്കണം. ഞാനത് ഒരാളടുത്ത് പറഞ്ഞിട്ട് അതൊരിക്കലും വീട്ടിലെത്തരുത്. എൻ്റെ ഉള്ളിൽ ആകെ ആ സാധനം മാത്രമായിരുന്നു. ബട്ട് ഐ തിങ്ക് മേ ബി ഇഫ് എനിക്ക് ആ ഒരു സാധനം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഐ വുഡ് ഹാവ് എൻജോയ്ഡ് ഇറ്റ് മച്ച് മോർ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ നമ്മളത് ഒരാളും കൂടി അറിയിക്കുമ്പോഴല്ല നമുക്കത് ഒന്നുകൂടി ഹാപ്പി ആവുന്നത്. അതങ്ങനെ തന്നെയല്ല, അതങ്ങനെ തന്നെയാണ്. എനിക്കത് മനസ്സിലായൊരു കാര്യം, അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. എന്തായാലും വീട്ടിൽ എല്ലാം ഒന്ന് റെഡി ആയി കിട്ടാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം കൊണ്ട് സ്വന്തം വീട്ടുകാരായ കാരണം അവരത് ഓക്കെ എന്ന് വെച്ചു. ബട്ട് ഇപ്പോഴും വേണമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു ബ്ലാക്ക് മാർക്ക് തന്നെ ആവും ആ കാര്യം. മിനിമം ഒരു 3 months എങ്കിലും മീൻസ് പാർട്ട് ടൈം ജോബ് നിന്നോ, വീട്ടിലും പൈസ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു 3 months റെന്റും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റാക്കാൻ കുറച്ച് പാടുപെട്ടു. പൈസൻ്റെ വില ശരിക്കറിഞ്ഞത് ആ സമയത്താണ്. ബിക്കോസ് വീട്ടിൽ ചോദിക്കാൻ വയ്യ. പിന്നെ അങ്ങനെ ഓരോ ക്യാമ്പിന് പോകാൻ തുടങ്ങി. ക്ലാസ് കട്ട് ചെയ്ത് ക്യാമ്പിന് പോയി പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. അതേപോലെ എനിക്കിഷ്ടമല്ലാത്ത പരിപാടിയാണ് ടീച്ചിങ്. ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുത്തെടുത്ത് ഇൻ്റർവെല്ലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവെല്ലിൽ ക്ലാസ് എടുത്തെടുത്ത് അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി. റെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി കൊണ്ടുപോയി. ഭയങ്കര ടഫ് ടൈം ആയിരുന്നു അത്. പൈസൻ്റെ വില ശരിക്കും അങ്ങോട്ട് മനസ്സിലായി. മറ്റേത് വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ കിട്ടുകയല്ലേ, ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രം എടുത്തു വെച്ചാൽ മതിയല്ലോ. എല്ലാം റെഡിയായി വരാനും വീട്ടുകാരെ നല്ലപോലെ ഒന്ന് ഫേസ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തവണ കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായി. ഞാനൊരു തവണ വീട്ടിൽ ചോദിച്ചു. പിന്നെ എനിക്കങ്ങനെ
ട്രിപ്പ് പോകാനുള്ള ഒരു സാഹചര്യം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നെ മാരേജ് ആയി, അങ്ങനെ പോയി. മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കൂല എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എസിനെയാണല്ലോ കിട്ടിയത്. സോ ഇപ്പോൾ എൻ്റെ മൈൻഡിലുള്ള എൻ്റെ ഒരു പാഷനാണ് ട്രാവലിംഗ്. ഓൾസോ എങ്ങനെങ്കിലും ട്രാവൽ ചെയ്യാൻ വഴികൾ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ എനിക്ക്. നമ്മളൊരു കാര്യം അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സ് അതിനുള്ള വഴി നമുക്ക് വേണ്ടി എത്തിച്ചു തരും എന്നാണല്ലോ. ഞാൻ ഡൽഹിയിലൊക്കെ ഹിമാചലിൽ പോയി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെ ആവണം, അതർവൈസ് അതൊന്നും ഒരിക്കലും നടക്കൂലായിരുന്നു. ആൻഡ് ഇപ്പോഴും എൻ്റെ മൈൻഡിലുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് കുറേ പ്ലേസസ് ഇനിയും കവർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ സാഹചര്യം പോലെ ഇപ്പോൾ വരാൻ നടക്കുന്നില്ല. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് നമ്മൾ വേണം വെച്ചൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ ആഗ്രഹിക്കണം, അത്രക്കും നമ്മൾ മൈൻഡിലോട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു വഴി വന്നെത്തുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായാലും നടക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. ആൻഡ് അങ്ങനെ എനിക്ക് പ്ലേസസ് കാണാൻ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രിപ്സ് എന്തായാലും ഞാൻ എല്ലാവരെയും കാണിക്കുന്നതാകും. ഞാനൊരു സാധനം കാണുമ്പോൾ എനിക്കതെല്ലാവരും കാണാൻ എന്നുള്ളതും കൂടി എൻ്റെ ആഗ്രഹമാണ്. സോ അത് ഏറ്റവും അടിപൊളിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവരിലും അതെത്തിക്കാൻ ശ്രമിക്കും ഞാൻ എന്തായാലും.